ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സീരീസ് അൺഫോൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഡ് ബോയ് ഡിറ്റക്റ്റീവ്സിന്റെ ഫോർത്ത് എപ്പിസോഡാണ്. ഇതില് ഒരു ലൈറ്റ് ഹൗസിൽ നടക്കുന്ന ദുരൂഹ മരണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ചാൾസും എഡ്വിനും ക്രിസ്റ്റലും നിക്കോയുടെയും കഥയാണ്. മാത്രമല്ല ആ, എഡ്വിനോട് അവന്റെ സ്നേഹം പറയുന്ന കാറ്റിങ് ഉണ്ട്. എഡ്വിനോട് സ്നേഹം കാണിക്കുന്ന മോണ്ടി ഉണ്ട്. അങ്ങനെ ഒരു ഒരു ട്രയാങ്കിൾ, ഒരു ലവ് ട്രയാങ്കിൾ പെട്ടുകിടക്കുവാണ് എഡ്വിൻ എന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റും. മാത്രമല്ല ചാൾസും ക്രിസ്റ്റലും തമ്മിൽ ഒരു സ്റ്റീമിംഗ് ഹോട്ട് ലവ് അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഈ കഥയിലെ കശാപ്പുകാരി അവർക്ക് ഒരു രഹസ്യ ആരാധകനിൽ നിന്നുള്ള കത്ത് വായിച്ചുകൊണ്ടാണ്. അതിനകത്ത് നിന്റെ ശരീരം മൂൺലൈറ്റ് പോലെയാണ്, ഹെവി ഫ്ലഷ് ആണ്, നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെക്സി വേയിലുള്ള ഒരു സെക്സ്റ്റിംഗ് എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു കത്ത് വായിച്ചുകൊണ്ടാണ് നിക്കുന്നത്. അത് കണ്ടിട്ട് അവിടേക്ക് വാടക കൊടുക്കാനായിട്ട് വരുന്ന ക്രിസ്റ്റലിനെ നിക്കോയും കാണിക്കുന്നു. അപ്പൊ അവരും ഈ കത്തിനെ കുറിച്ച് അറിയുന്നു. അവര് വായിക്കാൻ നോക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ സംസാരത്തിനിടയ്ക്ക് ഡാഫ്രിൻ എന്ന് പറഞ്ഞ പ്രേതം, ഒരു ഗോസ്റ്റ്, അയാൾ ലൈറ്റ് ഹൗസിൽ താമസിക്കുന്ന ആളാണ്. അയാൾ അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു എനിക്ക് ഡെഡ് ബോയ്സ് റിലേറ്റീവ്സിനെ കാണണമെന്ന്. അങ്ങനെ ഉടനെ ക്രിസ്റ്റലും നിക്കോയും അവനെയും വിളിച്ചോണ്ട് എന്താ ഡെഡ് ബോയ്സ് ചാൾസന്റെയും എഡ്വിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഡാർക്ക്ലിൻ പ്രേത ലൈറ്റ് ഹൗസിൽ താമസിക്കുന്ന ആ ഗോസ്റ്റിന്റെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ പറയുവാണ് ഈ ലൈറ്റ് ഹൗസിൽ നിന്നും കുറെ നാളുകളായിട്ട് ആൾക്കാർ മരണമടിയുന്നു. പക്ഷെ അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവശരീരങ്ങളൊന്നും കണ്ടു കിട്ടുന്നില്ല, ഇതാരും അറിയുന്നില്ല എന്നും ഭയങ്കര അലർച്ചയും ബഹളവും ഒക്കെയാണ്. എനിക്ക് സമാധാനമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു 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 ഇറിറ്റേറ്റിംഗ് വേയിൽ അയാളുടെ കാര്യം പറയുവാണ്. അങ്ങനെ 3 പേരും ലൈറ്റ് ഹൗസിൽ വന്ന സമയത്ത് തന്നെ ക്രിസ്റ്റൽ കാണുവാണ്. ഒരു ചുമന്ന മുടിക്കാരി വെള്ളം വസ്ത്രം ഇട്ടിട്ട് ഒരു സ്ത്രീ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഉടനെ അവര് അവള് അവിടത്തെ ഉള്ള പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. ഒരാളിങ്ങനെ ചാടിയെന്ന് പറഞ്ഞ് പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ അവിടെ ഒരു ഡെഡ് ബോഡീസിനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ചുമ്മാ കണ്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരിയും ക്രിസ്റ്റലുമായിട്ട് അവിടെ തർക്കമാവുന്നുണ്ട്. ആ സമയം തന്നെ അവിടെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഒരു ആന്റിക് ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രായമായ സ്ത്രീ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പം നമ്മുടെ നിക്കോയ്ക്ക് ആൾക്കാരുമായിട്ട് നല്ല ഇടപെടാനുള്ള കഴിവുണ്ടല്ലോ. സോ നിക്കോ അവരുമായിട്ട് സംസാരിച്ച് അപ്പൊ അവരൊരു കോഫിയൊക്കെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. സോ കുടിക്കാനായിട്ട് നമ്മുടെ നിക്കോ പുറകിന് പോവാണ്. സോ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവള് പോകുന്നത്. അങ്ങനെ ഈ ഡെഡ് ബോഡീസ് എവിടെ പോയി എന്ന് അവർ ചിന്തിച്ചിരിക്കുമ്പോ ദാണ്ടെടാ അവിടെ ഒരു മതിലില് 3 പേര് നിൽക്കുന്നു. അതിന്റെ കൂട്ടത്തില് തൊട്ട് മുന്നേ ചാടി മരിച്ച ആ സ്ത്രീയും ഉണ്ട്. സോ അവരുടെ അടുത്ത് പോയി ക്രിസ്റ്റല് സംസാരിക്കുന്നു. "ഹേ നിങ്ങളല്ലേ ഇപ്പൊ ചാടി മരിച്ചത്?" എന്ന് ചോദിക്കുമ്പോ അവര് എന്താണ് ആത്മാവിൽ ആത്മാവാണ്. അവരവിടെ ഇരിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് പറയുന്നു, "എന്റെ ബോയ് ഫ്രണ്ട്, എന്റെ കണവൻ അവിടെ ഇരുന്ന് എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പൊ അവനെ വിളിക്കാനായിട്ട് അവൻ അവിടെ എന്നെ ഇരുന്ന് വിളിക്കുന്നുണ്ടെന്ന്" പറഞ്ഞിട്ട് ഈ 3 പ്രേതങ്ങളും അവിടെ ഇരുന്നിട്ട് അവര് ഭയങ്കര സന്തോഷത്തില് അതായത് ഒരാളുടെ ഒരാളുടെ ഭാര്യ വിളിക്കുന്നു, ഒരാളാണെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കും. ഇപ്പൊ ക്രിസ്ത്യന് മനസ്സിലാവുന്നില്ല, ഇവര് മരിച്ചു കഴിഞ്ഞിട്ട് ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത്, ഇവർക്ക് എന്ത് സൗണ്ടാണ് കേൾക്കുന്നത്, ആരാണ് ഇവരെ വിളിക്കുന്നതെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പൂച്ച വന്ന് നമ്മുടെ എഡ്വിന്റെ കാലിൽ ഇങ്ങനെ ഉരസുന്നുണ്ട്. ആ പൂച്ചയ്ക്ക് പുറകെ ഇപ്പൊ പൂച്ചയെ എണ്ണുന്ന ജോലിയാണല്ലോ ഇപ്പൊ എഡ്വിനുള്ളത്. അപ്പൊ പൂച്ചയ്ക്ക് പുറകിന് എഡ്വിൻ പോകുമ്പോ ദാണ്ടെടാ ആ പൂച്ച വേഷം മാറി അവിടെ ക്യാറ്റിങ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ആ ക്യാറ്റിങ് അവനെ കാണാനായിട്ട് വന്ന് വിളിച്ചതായിരുന്നു. അപ്പൊ എഡ്വിൻ കാറ്ററിങ്ങിനോട് ചോദിക്കുക, "നീ എന്തിനാ എന്റെ പുറകിന് നടന്ന് എന്നെ ഈ ശല്യപ്പെടുത്തുന്നെ? എന്നാലേ എനിക്ക് നിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ" എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാറ്ററിങ്ങിന് ഒരു ഇഷ്ടമുണ്ട്. അവനൊരു ഗേ ആണ്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, "നിനക്ക് ചാൾസിനെയാണോ മോണ്ടിയെയാണോ ഇഷ്ടം?" എന്നൊക്കെ ചോദിച്ചു. പിന്നെ "നിനക്ക് പൂച്ചകളുടെ എണ്ണം എല്ലാം അറിഞ്ഞാ പോരേന്ന്" പറഞ്ഞു. 142 പറയാം. 142 ഒന്നും അല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ ഇനിയും പിന്നെയും പോയി എണ്ണിക്കോളാൻ പറയുന്നു. സോ അങ്ങനെ എഡ്വിൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയം ചാൾസിനെയും പിന്നെ ക്രിസ്റ്റലിനെയും കാണിക്കുകയാണെങ്കിൽ ക്രിസ്റ്റലിനും എന്തോ ഒരു സൗണ്ട്, അവളുടെ അമ്മ ക്രിസ്റ്റൽ വാ മോളെ എന്ന് പറയുന്നത് കേട്ടിട്ട് അവളും എന്താ ചാടാനായിട്ട് നിൽക്കുന്ന സമയത്തിന് പെട്ടെന്ന് ചാൾസ് വിളിച്ചുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ബോധം വരികയും അങ്ങനെ അവള് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഇതുപോലുള്ള സൗണ്ട്സ് ആണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം പ്രേരിപ്പിച്ചത് ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് ചാടാനായിട്ടെന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം നിക്കോ കോഫി ഷോപ്പുകാരിയുടെ ആന്റിക്കാരിയുടെ കൂടെ നിന്ന സമയത്തിന് കുറെ പെയിന്റിങ്സ് കാണുവാണ്.
പെയിന്റിങ്ങിലൊന്നില് ഒരു ലിലിത്ത് എന്ന് പറഞ്ഞ വനദേവതയുടെ പെയിന്റിംഗ് ഉണ്ടായിരുന്നു. സോ ഈ ലിലിത്തിനെയാണ് ലാസ്റ്റ് എപ്പിസോഡില് നമ്മള് കണ്ടായിരുന്നു ക്രിസ്റ്റൽ മറ്റേ ലില്ലി വിച്ചിന്റെ അകത്ത് കേറിയപ്പോ കണ്ടിരുന്നത്. സോ ലില്ലി വിച്ചിനും ലിലിത്തിനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ആണുങ്ങളെ വശീകരിച്ച് കടലിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്ന മെർമെയ്ഡിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വാഷർ വുമൺന്റെ ചിത്രം ഉണ്ടായിരുന്നു. വാഷർ വുമൺ ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞു തരും നമുക്ക്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ പെയിന്റ് ചെയ്ത പുള്ളിക്കാരത്തിയായിരുന്നു. അങ്ങനെ ആ സമയം തന്നെ അവര് കണ്ടുപിടിക്കുകയാണ് അവിടെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നുണ്ട്. കുറെ കൊച്ചുകുട്ടികൾ അവിടേക്ക് വരുന്നുണ്ട്. പട്ടം പറത്താനും ഒക്കെ ആയിട്ട് ഒരു ഫെസ്റ്റിവലാണ്. സോ അതിന് മുന്നേ അവർക്ക് ഈ കേസ് സോൾവ് ചെയ്തില്ലെങ്കിൽ ഇനിയും ആൾക്കാർ ഫുള്ള് മരിക്കുമെന്ന് അവരപ്പം മനസ്സിലാക്കുക. അങ്ങനെ ഇവര് 4 പേരും അവിടെ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് തമ്മിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിനാണ് നിക്കോ ശ്രദ്ധിക്കുന്നത്. ക്രിസ്റ്റല് ഇവരുടെ കൺവർസേഷനിൽ നിന്ന് മാറി എന്തോ ആരോ വിളിച്ച ഒരു സൗണ്ട് ക്രിസ്റ്റലിന് കേൾക്കുന്നുണ്ട്. അതായത് അവളുടെ അമ്മ അവളെ ആ കടലിനടിയിൽ നിന്ന് വിളിക്കുന്ന പോലെ ഒരു സൗണ്ട്. അപ്പം അവൾ ആ സൗണ്ടിന് പുറകെ അവൾ അങ്ങനെ പോയി പോയി പോകുന്നത് കാണുന്നു. നിക്കോ കണ്ടതുകൊണ്ട് ഭാഗ്യം അവരെല്ലാം പുറകിന് ഓടിച്ചെന്ന് നോക്കുമ്പം ക്രിസ്റ്റൽ ആ ഒരു മതിൽ തട്ടിലിന്റെ മുകളിൽ വരെ കേറിയിട്ടുണ്ടായിരുന്നു. പിടിച്ചില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് നിമിഷം അവൾ അവിടേക്ക് ചാടി അവൾ മരണപ്പെട്ടേനായിരുന്നു. സോ അവര് പിടിച്ച് തിരിച്ചാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എഡ്വിനും നിക്കോയും നോക്കുന്ന സമയത്ത് മനസ്സിലാവുകയാണ് എന്തോ ഒരു തിളങ്ങുന്ന സംഭവം ആ കടലിന്റെ അടിയിൽ തിളങ്ങി താഴോട്ട് ഊഴ്ന്നു പോകുന്നതായിട്ട് അവർക്ക് കാണുക. നിക്കോ അവിടെ കടലിന്റെ തിട്ടകളിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ചില്ല് ഗ്ലാസസ് പല കളറിലുള്ള ചില്ല് ഗ്ലാസസ് ശേഖരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്തിന് അവൾക്ക് ഒരു റെഡ് കളർ പ്രിസം പോലെ ഒരു ഗ്ലാസ് കിട്ടുന്നുണ്ട്. സോ അതില് അത് നോക്കിയപ്പം എഡ്വിന് ഒരു സംശയം. ആ ഒരു പടത്തിൽ എഴുതിയിരുന്നല്ലോ ലൈറ്റ് ബെൻഡ് ത്രൂ എ പ്രിസം എന്ന് പറഞ്ഞാൽ ചില്ല് ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് പോകുമ്പോൾ നിങ്ങൾ വേറൊരു ഡയമെൻഷനിലേക്ക് ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞ് വാഷർ മൂവ്മെന്റ് പെയിന്റിങ്ങിലുണ്ടായിരുന്നു. സോ അവരങ്ങനെ ആ ഒരു സൂര്യന് നേരെ ആ ഒരു പ്രിസം കൊടുക്കുന്ന സമയത്ത് ഈ 4 പേരും വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് ആ ഒരു വാഷർ വുമനെ കാണുക. വാഷർ വുമൻ ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത് എന്നോട് ചോദിക്കുന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പെട്ടെന്ന് ഷോക്ക്ഡ് ആയി പോകുന്നേ ഇവര് പെയിന്റിങ്ങിലുള്ള ലേഡിയല്ലേ ഇതെന്ന്. ആ വാഷർ വുമൺ കുറെ ചോര നിറഞ്ഞ ഡ്രസ്സസ് ഇങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പം അവരോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നിങ്ങൾ കഴുകുന്നത്? അത് ഓരോ മനുഷ്യന്മാരുടെ പാവങ്ങൾ ഞാൻ അവരുടെ ഈ ചോര വഴി ഞാൻ കഴുകി വൃത്തിയാക്കുവാണെന്ന് ഇങ്ങനെ പറയുവാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കെന്ന് പറയുന്നുണ്ട്. അപ്പം ക്രിസ്റ്റൽ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എന്റെ അമ്മയുടെ സൗണ്ട് എന്തിനാണ് ഞാൻ കേട്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പം ബാഷർമോമൻ പറയുന്നുണ്ട് ആഹ് നീ പലയിടത്തോട്ടും നോക്കാം. നീ നിന്റെ ഉള്ളിലോട്ട് തന്നെ നോക്ക്. നിനക്കുള്ള ആൻസർ അവിടെ ഉണ്ടെന്ന് അവര് പറയുന്നുണ്ട്. അങ്ങനെ അവര് തിരിച്ച് ടെലിപ്പോർട്ട് ചെയ്ത് അവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് വരുവാണ്. അതായത് വാഷർ വുമൺ അവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കടലിൽ ഒരു സീ മോൺസ്റ്റർ ആണ് ഉള്ളതെന്നുള്ളത്. അത് അതിന്റെ വിശപ്പ് തീരുന്നിടം വരെ ആൾക്കാരെ കൊന്നോണ്ടേയിരിക്കും എന്നുള്ള രീതിയില്. സോ അവര് ഇതിനെ തുറങ്കിലടയ്ക്കാൻ വേണ്ടി സാധനം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പൂപ്പന്റെ കടയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. സോ അപ്പൂപ്പനോട് പറയുന്നു ഒരു കടൽ രാക്ഷസൻ സീ മോൺസ്റ്ററിനെയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കൊല്ലേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവിടെ കശാപ്പുകാരിയുടെ കാര്യം ചോദിക്കുന്ന അവര് ഈ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് മുകളിലത്തെ നിലയിൽ സൗണ്ട് കേട്ടിട്ട് അവര് മുകളിലത്തെ നിലയിൽ പതുക്കെ പതുക്കെ കേറി പോവുകയാണ്. അവരുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാമെന്നുള്ള രീതിയിൽ. സോ ആ കത്തിയുമായിട്ട് പോകുന്ന സമയത്തിന് അവിടെ മറ്റേ നൈറ്റ് നേഴ്സിനെ കാണുന്നുണ്ട്. ആ നൈറ്റ് നേഴ്സ് ചോദിക്കുവാണ്, ചാൾസ്, എഡ്വിൻ എന്ന 2 ആൾക്കാരെ നിങ്ങൾക്കറിയുവോ? അവരെവിടെയാണ് ഉള്ളത് എന്ന് നിനക്കറിയാമോ? അതിന്റെ കൂടെ തന്നെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അറിയാം. സോ ചാൾസിനെ എഡ്വിനെ നമ്മുടെ കശാപ്പുകാരിക്ക് അറിയത്തില്ലല്ലോ. ഗോസ്റ്റുകളാണ്. അവർക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ക്രിസ്റ്റലിനെ അറിയാം. സോ അവരെവിടെ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ പറയുന്നുണ്ട്. അപ്പം ഞാനെന്തിനാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ? ബട്ട് അവള് പോലും അറിയാതെ നൈറ്റ് നേഴ്സ് അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങള് ഒന്ന് കൈ ഇങ്ങനെ ഞൊടിച്ചപ്പോഴത്തേക്കിന് അവള് പോലും അറിയാതെ അവളങ്ങ് പറയുവാണ് ചെയ്യുന്നത്. സോ ഇത് കേട്ടിട്ട് ഇവര് ലൈറ്റ് ഹൗസിലേക്കാണ് പോയത് എന്നുള്ള വിവരം നൈറ്റ് നേഴ്സിന് കിട്ടുന്നുണ്ട്. പക്ഷെ എന്തുവാണ് സംഭവിച്ചതെന്ന് ആം, ബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഈ കശാപ്പുകാരിക്ക് ഒന്നുമേ മനസ്സിലാവുന്നില്ല. അത് അവൾക്ക് തോന്നിയതായിരിക്കുംന്ന് അവള് വിട്ടിട്ട് അവളുടെ പണിക്ക് പോവുക.
ഈ സമയം ഇവിടെ കടയില് ആ പുള്ളിക്കാരൻ അയാൾ എങ്ങനെയാണ് ഒരു കടൽ കുതിരയായിരുന്ന അയാള് മനുഷ്യനായി ഒരു ശാപം കിട്ടിയതാണെന്നൊക്കെ ഉള്ള കഥ പറയുന്നു. കാരണം നമ്മുടെ നിക്കോ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞോളാം. ബാക്കി ആർക്കും ഈ കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ നിക്കോ ഒരു പ്യുവർ ഹേർട്ട് ആയതുകൊണ്ട് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് വേസ്റ്റ് തപ്പുവാണ്. കാരണം ഒരു ബെയിറ്റ് ഒരു ഇരയാക്കുവാണ്. ആ ഒരു സീ മോൺസ്റ്റർ ആണല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലും ചോരമണമുള്ള ഒരു സംഭവം വേണം. സോ ഒരു മീറ്റ് അവര് മേടിക്കുന്നുണ്ട്. മേടിക്കുവല്ല വേസ്റ്റ് ചെയ്യുന്നെടുത്ത് അതിന്റെ മേത്തെല്ലാം പെരട്ടാൻ വേണ്ടിയിട്ട് എടുക്കും. ആ സമയത്തിന് മോണ്ടി നമ്മുടെ കാക്ക ഉണ്ടല്ലോ, കാക്കയാന്ന് ആർക്കും അറിയത്തില്ല. മോണ്ട് വന്നിട്ട് എഡ്വിനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുവാണ്. കുറച്ച് സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവനും ഗേ ആണ്. ഗേ എന്നല്ല, അവനെ അവന്റെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് അയച്ചിരിക്കുവാണ് അവൻ. അപ്പൊ മോണ്ടി ഡയറക്ട്‌ലി ചോദിക്കുന്നുണ്ട്, "നിനക്കെന്നെ ഇഷ്ടമാണോ?" എന്നുള്ള രീതിയിലൊക്കെ. അപ്പം എഡ്വിൻ പറയുന്നുണ്ട്, "എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ചാൾസ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ വിചാരിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല." സോ ഈ സംഭാഷണം 2 പൂച്ചകൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ക്യാറ്റ് രാജാവിന്റെ അനുയായികളാ. അപ്പൊ ഈ പൂച്ചയാണ് ഈ എഡ്വിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ക്യാറ്റ് രാജാവിനെ അറിയിക്കുന്നത്. സോ ഇവര് ഈ ബെയിറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ദാണ്ടട ആ ലൈറ്റ് ഹൗസിന്റെ അവിടെ ഇവരെയും കാത്ത് നൈറ്റ് നേഴ്സ് നിൽപ്പുണ്ട്. അവരാരാന്ന് ഇവർക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. പിന്നീട് നൈറ്റ്‌നേഴ്സ് സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ ആഫ്റ്റർ ലൈഫിൽ നിന്ന് നിങ്ങളെ കൂട്ട് നിങ്ങൾ ഗോസ്റ്റുകളെ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്ന ആളാണെന്ന് പറയുന്നു. സോ ഇത് കേട്ട ഉടനെ ചാൾസിനും എഡ്വിനും ഭയങ്കര ഇതായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചാൾസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ പറ്റത്തില്ല. അവൻ ഹെല്ലിലേക്കും പോകത്തില്ല. ഞാൻ തിരിച്ച് ആഫ്റ്റർ ലൈഫിലേക്കും പോകത്തില്ല. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് തന്നെ ഇവിടെ റെഡ് ബോയ്സ് ഡിറ്റക്ടീവ്സ് ആയിട്ട് തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നൈറ്റ് നേഴ്സ് ചാൾസിനെ ഒരു പണിഷ്മെന്റ് കൊടുക്കണം. അതായത് അവന്റെ പഴയകാല ജീവിതം അവന്റെ മെമ്മറീസിലേക്ക് കേറി ആ പെയിൻ അവന് അതുപോലെ കൊടുക്കണം. അതായത് അവന്റെ സ്കൂളില് ആ ഒരു 1916 കാലഘട്ടത്തിൽ അവൻ ഇരുന്നിരുന്ന സ്കൂളിലെ ആൾക്കാർ അവനെ ടീസ് ചെയ്യുവാണ്. അവനെ ആ തണുത്ത വെള്ളത്തിൽ ഇറക്കി കിടത്തി അവനെ അതിലേക്ക് കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ടീസ് ചെയ്യുന്ന സമയത്തിന് ആ ഒരു പെയിൻ അവൻ അറിയുന്നുണ്ട്. അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു പോകുമ്പോ അവന്റെ അച്ഛൻ അവനെ ടോർച്ചർ ചെയ്യുകയും അടിക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ടോണ്ട് അമ്മ ഒന്നും പറയാതെ മുകളിൽ നിന്ന് കരയും. സോ ഇതൊക്കെ ആ ഒരു പെയിൻ അവന്റെ ഉള്ളിലേക്ക് വരുവാ ചെയ്യുന്നെ. സോ അവനത് സഹിക്കാൻ പറ്റാതെ അതിൽ നിന്നും അവൻ പുറത്തു വരികയാണ് ചെയ്യുന്നത്. പുറത്തു വന്നിട്ട് അവന്റെ ഫ്രസ്ട്രേഷൻ ഫുള്ളും ആ ബെയിറ്റ് ആ സീ മോൺസ്റ്ററിന് ഒരുക്കി വെച്ച ബെയിറ്റ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. സോ അതെടുത്തിട്ട് നൈറ്റ് നഴ്സിന് ഇട്ട് ഒറ്റ അടി കൊടുക്കുക. അങ്ങനെ 2, 3 വട്ടം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ ബാലൻസ് പോയി. അടുത്ത നിമിഷം തന്നെ അതുമായിട്ട് നൈറ്റ് നഴ്സിനെ അവൻ ആ മതിലിന്റെ അപ്പുറത്തേക്ക് തള്ളി വിടുന്നത്. സോ ആ ഒരു സീയിലേക്ക് ഈ നൈറ്റ് നഴ്സ് ഈ ബെയിറ്റുമായിട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ കാണിക്കുന്ന സീ മോൺസ്റ്റർ. അതായത് മുകളിൽ ഒരു ലൈറ്റും ആയിക്കൊണ്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു സീ മോൺസ്റ്റർ തന്നെയായിരുന്നു അവിടെ. അത് ഈ നൈറ്റ് നഴ്സിനെ ബെയിറ്റിനെയും കൂടെ കൊണ്ടുപോയി കടലിന്റെ അടിയിലേക്ക് പോവാണ്. സോ ഈ സമയം എല്ലാരും ഷോക്കായിട്ട് നിൽക്കുവാണ്. എന്താണ് ചാൾസ് നീ കാണിച്ചത്? എന്തുവാണേലും നമ്മൾ ടെമ്പററി ആയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ള സമാധാനത്തിൽ അവര് തിരിച്ചു പോവാ ചെയ്യുന്നത്.